ആക്ച്വലി പ്രൊഡ്യൂസറായിട്ടല്ല എക്സൈറ്റഡ്, അതിനേക്കാൾ ആക്ടറായിട്ടാണ് എക്സൈറ്റഡ്. ആ സിനിമയുടെ ടൈറ്റിൽ ഇന്ന് ഞങ്ങൾ ഒരു ഇൻഫോർമലി ഇവിടെ അനൗൺസ് ചെയ്യാണ്. എങ്ങനെയാണ് Yes. So the Prithviraj Productions, EFO Entertainment, Nissan Bashir, Sameer, Prithviraj project is called. പറഞ്ഞാണ് ഇയാളൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫിൽം മേക്കർ ആണെന്ന്. അതിനുശേഷം നിസാമിന്റെ രണ്ടാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു മുഖ്യധാര മലയാള സിനിമയിലെ ഏറ്റവും ബ്രേവസ്റ്റ് അറ്റംപ്റ്റ്സിൽ ഒന്നാണ്. ഞാൻ ആ വാക്കാണ് ഞാൻ പടം കണ്ടിട്ട് വിളിച്ചപ്പോൾ ഉപയോഗിച്ചത്. ആ സിനിമ റോഷാക്ക് എന്ന സിനിമ റൈറ്റിംഗിലാണെങ്കിലും ഡയറക്ടോറിയലി ആണെങ്കിലും പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു റിയലി ഹൈ ലെവൽ ക്രാഫ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. റോഷാക്ക് ഓഫ്കോഴ്സ് ഏബ്ലി സപ്പോർട്ടഡ് ആൻഡ് പോയ്സ്ഡ് ബൈ ഒരു ലെജൻഡറി പെർഫോമൻസ് ഫ്രം മമ്മൂക്ക. പക്ഷെ ആ സിനിമ വാസ് ട്രൂലി എ പാത്ത് ബ്രേക്കർ എന്റെ മനസ്സിൽ. അപ്പൊ നിസാം അത് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമ എന്താണെന്ന് ആ സമയത്ത് എനിക്ക് അറിയില്ല. എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് നിസാമിന്റെ മനസ്സിൽ, സമീറിന്റെ മനസ്സിൽ ഒരു വിഷയം തോന്നുകയും ആ വിഷയത്തിലെ പ്രധാന കഥാപാത്രത്തിന് എന്റെ മുഖം തെളിയുകയും ചെയ്തതും അത് വീണ്ടും E4 എന്റർടൈൻമെന്റിനോടൊപ്പം മുകേഷ് സാറിനോടൊപ്പം വിത്ത് സഞ്ജയ് ആൻഡ് എവ്രി വൺ നമ്മുടെ ഈ കോമ്പിനേഷൻ ഒരു പ്രോജക്റ്റായി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. വീണ്ടും നമുക്ക് പരിചിതമായ ഒരു ജോണറിനെ വളരെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. ആ ശ്രമത്തിൽ നമ്മൾ എല്ലാവരും വിജയം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ്. കുറെ സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സബ്ജക്ട് ലെവലിൽ ആസ് എൻ ആക്ടർ നമ്മളെ എങ്ങനെ ഞാൻ ആക്ച്വലി പ്രൊഡ്യൂസറായിട്ടല്ല എക്സൈറ്റഡ്, അതിനേക്കാൾ ആക്ടറായിട്ടാണ് എക്സൈറ്റഡ്. അപ്പൊ ആ സബ്ജക്ട് ലെവലിൽ നമ്മളെ എക്സൈറ്റ്മെന്റ് ചെലുപ്പിക്കുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടാകാറില്ല. സോ താങ്ക് യു നിസാം, താങ്ക് യു മുകേഷ് സർ, ആൻഡ് താങ്ക്സ് ടു എവരി വൺ ഹു മേഡ് ദിസ് പോസിബിൾ. ആ സിനിമയുടെ ടൈറ്റിൽ ഇന്ന് ഞങ്ങൾ ഒരു ഇൻഫോർമലി ഇവിടെ അനൗൺസ് ചെയ്യാണ്. എങ്ങനെയാണ് Yes. So the Prithviraj Productions, EFO Entertainment, Nissan Bashir, Sameer, Prithviraj project is called. Can speak about it. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇതിപ്പോ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇതിന്റെ ജോണർ ത്രില്ലർ, ഇതിലെല്ലാം ഉണ്ട്. ത്രില്ലറാണ്, കുറച്ച് ഫാമിലി ഡ്രാമ ഉണ്ട്, കുറച്ച് ഹീസ്റ്റ്, പിന്നെ ആക്ഷൻ ഉണ്ട്, ആൻഡ് മോർ ഓവർ കുറച്ച് സോഷ്യോ പൊളിറ്റിക്കലും കൂടിയിട്ടാണ്. സിനിമയുടെ ടൈറ്റിൽ നിങ്ങൾ വായിക്കുക, ഞാൻ ഇട്ടേക്കുന്നത് ഐ നോബഡി എന്നാണ്. അതായത് ഞാൻ നിസാം ബഷീർ, ഞാൻ പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നോബഡി എന്നാണ് ഇതിന്റെ ടൈറ്റിൽ. ബാക്കി സിനിമ വരുമ്പോൾ കാണാം.